ഹായ് ഓൾ. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിലേക്ക് എങ്ങനെയാണ് പി ജിക്ക് അഡ്മിഷൻ എടുക്കുക, അതിന്റെ പ്രൊസീജിയേഴ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിന്റെ വെബ്സൈറ്റിൽ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പോപ്പപ്പ് കാണാനായിട്ട് പറ്റും. അവിടെ നമ്മൾ പി ജി അഡ്മിഷൻ ആണ് എടുക്കാൻ പോകുന്നത്. സോ അഡ്മിഷനിൽ നിങ്ങൾ പി ജി അഡ്മിഷൻ 2026-27 എന്നുള്ള ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം, CUET എക്സാം എഴുതിയ ആളുകൾക്കാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുക. സോ ആ ഒരു രീതി തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 20 മെയ് മുതൽ 31 മെയ് വരെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോപ്പ്ഫുള്ളി വിചാരിക്കുകയാണ് ഈ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ളത്. സോ നമ്മൾ എന്തുകൊണ്ടാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിൽ പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ അവർ ഇവിടെ ഒരു പോസ്റ്ററിൽ പറയുന്നുണ്ട്. അവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിറ്റി, അതേപോലെ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻസ് നടക്കുന്നുണ്ട്, ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്സും ക്യാമ്പസിന്റെ ഒരു ബ്യൂട്ടി എന്നുള്ള രീതിക്കൊക്കെ അവർ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഏതൊക്കെ പ്രോഗ്രാംസ് അവിടെ അവൈലബിൾ ആണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും പ്രോഗ്രാംസ് ആണ് അവിടെ അവൈലബിൾ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി ഇവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ NTA, അതായത് NTA-യുടെ CUET എക്സാം നിങ്ങളൊക്കെ എഴുതി, നിങ്ങൾക്ക് അതിന്റെ സ്കോർ കാർഡ് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ജമ്മുവിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. സോ അതിന്റെ PG അഡ്മിഷൻ നോട്ടീസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും, അവിടെ 20 പ്രോഗ്രാംസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ MSc നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടണി, കെമിസ്ട്രി, EVS, ബയോടെക്നോളജി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സുവോളജി, അപ്പോൾ ഇത്രയാണ് ഉള്ളത്. ഇനി ഇതല്ലാതെ MTech കോഴ്സുകൾ വരുന്നുണ്ട്. പിന്നെ MA എന്ന് പറയുമ്പോൾ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസ് വരുന്നുണ്ട്. പിന്നെ കമ്പാരിറ്റീവ് റിലീജിയൻ ആൻഡ് സിവിലൈസേഷൻ വരുന്നുണ്ട്. പിന്നെ MBA കോഴ്സുകൾ വരുന്നുണ്ട്. MA-ൽ തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ന്യൂ മീഡിയ വരുന്നുണ്ട്. പബ്ലിക് പോളിസി ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്. പിന്നെ MA സോഷ്യൽ വർക്ക്, ഇംഗ്ലീഷ്, ഹിന്ദി, ഇത്രയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് CUET റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റുകളാണ്. സോ അത് ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് നമ്മൾ അത് നോക്കുന്നില്ല. അപ്പം അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നാണ് എന്നുള്ളതും കൂടെ ഓർക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഏതൊക്കെ കോഴ്സ് അവിടെ ഉണ്ട് എന്നുള്ളത് കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയാണ് അവിടുത്തെ കോഴ്സ് കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി അല്ലേ. അപ്പൊ ആ കോഴ്സിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ടെസ്റ്റ് പേപ്പർ കോഡ് എലിജിബിലിറ്റി എന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയിട്ടുള്ള ആ ഒരു ടെസ്റ്റ് പേപ്പർ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ പ്രോഗ്രാംസിനാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ ബയോടെക്നോളജി ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ SEQ-P17 എന്ന് പറയുന്ന ടെസ്റ്റ് പേപ്പർ കോഡ് എക്സാം എഴുതിയിരിക്കണം. ഓക്കെ, ഇനി നിങ്ങളുടെ എലിജിബിലിറ്റി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു BSc വേണം. ആ ഒരു BSc ഹോണേഴ്സ് അല്ലെങ്കിൽ നോർമൽ BSc, അത് ഇൻ ബയോടെക്നോളജി അല്ലെങ്കിൽ മൈക്രോബയോളജി, അങ്ങനത്തെ ഒരുപാട് സ്ട്രീം പറയുന്നുണ്ട്. അപ്പൊ അതിലേതെങ്കിലും ഒന്നിൽ വരണം എന്ന് പറയുന്നുണ്ട്. വിത്ത് 60% മിനിമം മാർക്ക് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി കാറ്റഗറി വൈസ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ SC ST PWD കാറ്റഗറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വെറും 55% മാർക്ക് മതിയാകും. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പോകേണ്ട കോഴ്സുകളൊന്ന് ചൂസ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ് റിലീജിയൻ ആൻഡ് സിവിലൈസേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ടെസ്റ്റ് പേപ്പർ കോഡുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ അതിന്റെ ഈ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഓഫ് അറ്റ്ലീസ്റ്റ് 3 years ഡ്യൂറേഷൻ ആണ് എന്ന് പറയുന്നുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്തു, ഈ ഒരു കാര്യം നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്തു. ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആപ്ലിക്കേഷൻ എന്താ, അപ്ലൈ ഫോർ PG അഡ്മിഷൻ 2026-27 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ രജിസ്ട്രേഷൻ ഉണ്ട്. ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങളുടെ PG പിന്നെ CUET എക്സാം എഴുതിയ സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതേപോലെ അതിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള റോൾ നമ്പർ, നിങ്ങളുടെ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ, അതേപോലെ മൊബൈൽ നമ്പർ, ഇതൊക്കെ കൊടുക്കേണ്ടത് ഓൾമോസ്റ്റ് അത് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങളുടെ കൺസെന്റ് കൊടുത്തിട്ട് ക്യാപ്ച കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സമർത്ഥ് പോർട്ടലിലേക്കാണ് പോകുന്നത്. എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കും സമർത്ഥ് പോർട്ടൽ സെയിം തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം അവർ ചോദിക്കുന്നത് നിങ്ങളോട് ഏത് പ്രോഗ്രാമാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ MA പ്രോഗ്രാം ആണെങ്കിൽ MA എന്ന് കൊടുക്കാം. അതിൽ സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ പ്രോഗ്രാം, അപ്പോൾ സോഷ്യോളജി ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളോട് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അവർ ഫില്ല് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ CUET PG അപ്ലൈ ചെയ്ത സമയത്ത് എന്താണോ കൊടുത്തത് അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇവിടെ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ നിങ്ങളുടെ ഇമെയിൽ, ഫോൺ നമ്പർ, അഡ്രസ്സ്,
അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിന്നെ നമുക്ക് തിരുത്താനായിട്ട് പറ്റില്ല. ഓക്കെ. പിന്നെ നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് അത് എക്സ്പയർഡ് ആയിട്ടില്ല എന്നുള്ളതൊക്കെ കൺഫേം ചെയ്യാം. ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ അമ്മയുടെ അച്ഛന്റെ പേര്, അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻസ്, അവരുടെ ഓക്യുപ്പേഷൻസ്, മൊബൈൽ നമ്പർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളോട് കമ്പൈൻഡ് ഫാമിലി ഇൻകം, നിങ്ങൾക്ക് ഫാമിലി ഇൻകം എത്രയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോർ ദാൻ 8 lakh ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് OBC കാറ്റഗറിയിൽ അത് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, കൂട്ടാനായിട്ട് പറ്റില്ല എന്നുള്ള പ്രശ്നമുണ്ട്. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിന്റെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാം. ആ ഡീറ്റെയിൽസ് പക്ക ആയിരിക്കണം. ഓക്കെ. ഇൻ കേസ് നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുത്തു, അപ്പോൾ നിങ്ങൾ ഫീസ് അടയ്ക്കണം. ആ ഫീസ് നിങ്ങൾക്ക് വിത്ഡ്രോ ചെയ്യണം, അല്ലെങ്കിൽ ആ കോഴ്സ് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്ഡ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു റീഫണ്ട് എമൗണ്ട് വരുന്നത് ഇതിലേക്കായിരിക്കും, ഈ ഒരു അക്കൗണ്ടിലേക്കായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ കാറ്റഗറി അവർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം, ഇല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കാം. പിന്നെ നിങ്ങളുടെ എലിജിബിലിറ്റി ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 10th മുതൽ നിങ്ങളുടെ ഡിഗ്രി വരെയുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതിന്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ഇയർ ഓഫ് പാസിംഗ്, അതേപോലെ എത്ര പെർസെൻറ്റേജ്, പിന്നെ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിട്ടുള്ളത്, ഏതായിരുന്നു ആ ഒരു സബ്ജക്ട് കോമ്പിനേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ. അങ്ങനെ ഫില്ല് ചെയ്ത് നിങ്ങളുടെ 10th +2 അതിനുശേഷം നിങ്ങളുടെ ഗ്രാജുവേഷനും കൂടെ കൊടുക്കുക. ഗ്രാജുവേഷനും കൂടെ കൊടുത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ഇപ്പം ഗ്രാജുവേഷൻ ഇയറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇയർ ഓഫ് പാസിംഗ് എന്ന് പറയുമ്പോൾ 2026 കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ഓൾറെഡി കൊടുത്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന ഒരു സെക്ഷനിലേക്കാണ് പോവുക. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് JPG, JPEG ഇമേജ് ഫോർമാറ്റിലാവണം നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഫയൽ സൈസ് 10 KB to 500 KB ലിമിറ്റിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഈ ഒരു കാറ്റഗറി സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ മാർക്ക് ഷീറ്റ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ. ആ 2 കാര്യങ്ങളും മനസ്സിൽ വെക്കുക. അതല്ലാതെ നമ്മുടെ CUT സ്കോർ കാർഡ്, അതേപോലെ CUT അഡ്മിറ്റ് കാർഡൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. സോ അതൊക്കെ കറക്റ്റ് ചെയ്യുക. അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പ്രിവ്യൂയിലേക്കാണ് പോവുക. പ്രിവ്യൂയിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തതൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസാക്ഷനിലേക്ക് പോകാൻ പറ്റും. ട്രാൻസാക്ഷനിൽ ഏത് മെത്തേഡാണോ അത് ചൂസ് ചെയ്യുക. ആൻഡ് അവിടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കാണിക്കും. അത് എന്ത് ചെയ്യാം, പിന്നെ പ്രൊസീഡ് ചെയ്താൽ മതിയാകും. ഓക്കെ. അങ്ങനെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിക്ലറേഷൻ കൊടുക്കാം. ഡിക്ലറേഷൻ കൊടുത്തിട്ട് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, ട്രാൻസാക്ഷനിലേക്ക് പോവുകയാണ് ചെയ്യുക. സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അത്രയേ ഉള്ളൂ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. താങ്ക്സ്.